നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇൻജസ്റ്റിസിനെ കുറിച്ചാണ്. ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെയുള്ള റിലീജിയസ് മൈനോറിറ്റീസ് ഒക്കെ തന്നെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വയലൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിലെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ റിലീജിയസ് മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിംസ് ആണ്. മൈനോറിറ്റീസ് ആണ് ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ തന്നെ. അപ്പോൾ ബംഗ്ലാദേശിൽ കുറേ നാളുകളായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അക്രമങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജസ്റ്റ് ഒരു സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന റിസർവേഷൻ സിസ്റ്റത്തിന് എതിരായിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഈ പ്രൊട്ടസ്റ്റ് ചില ഇസ്ലാമിക സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഏറ്റെടുക്കുകയും അത് കമ്മ്യൂണൽ വയലൻസിലേക്കും റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള വയലൻസിലേക്കും പിന്നീട് അത് പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസിലേക്കും കാര്യങ്ങൾ പോയി. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ തന്നെ വലിച്ചു താഴെ ഇടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ അങ്ങനെ സഹികെട്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന, പുള്ളിക്കാരുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അവര് രാജ്യം വിട്ട് ഓടിപ്പോകുന്ന അവസ്ഥയൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് വാർത്തകളിലൂടെ. പിന്നീട് ഇപ്പൊ അവിടെ ഫോം ചെയ്തേക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് യൂനൂസ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിലാണ്. ഇവിടുത്തെ ഒരു ഐറണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഹമ്മദ് യൂനൂസ് 2006 നോബൽ പീസ് പ്രൈസ് ലോറിയേറ്റ് ആണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വയലൻസ് ഒക്കെ തന്നെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വയലൻസിനെതിരായിട്ടും അക്രമങ്ങൾക്കെതിരായിട്ടും ഇദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പം ചില ഇസ്ലാമിക സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അവിടെയുള്ള എല്ലാ മുസ്ലിംസും പ്രശ്നക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം മുസ്ലിംസും ഹിന്ദുക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ കൂട്ടത്തോടെ ചെന്ന് ആക്രമിക്കുക, അവരുടെ ഫാമിലീസിനെ ആക്രമിക്കുക, ആദ്യം അവരെ ജോലിയിൽ നിന്നും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഒക്കെ പിരിച്ചുവിടുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. പിന്നീട് അമ്പലങ്ങൾ തകർക്കുന്ന രീതിയിലേക്കും അവരുടെ വിശ്വാസങ്ങളൊക്കെ തന്നെ തകർത്ത് ഇല്ലാതെയാക്കി അവരെ അവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള ലെവലിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വന്ന വാർത്ത, ഇസ്കോൺ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ഗ്ലോബൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ആൾക്കാരുള്ളത്. അപ്പൊ ഇസ്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ ഫോളോ ചെയ്തു പോകുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്, ഹിന്ദു സംഘടന തന്നെയാണ്. അപ്പൊ ഈ ഇസ്കോണിന്റെ നേതാവായിട്ടുള്ള ചിന്മയ് കൃഷ്ണദാസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പീസ്ഫുൾ ആയിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ പ്രൊട്ടസ്റ്റേഴ്സിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ഈക്വൽ ആയിട്ട് കാണണം, റിലീജിയസ് മൈനോറിറ്റീസിനൊക്കെ തന്നെ അവരുടെ റൈറ്റ് നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തത്, വളരെ പീസ്ഫുൾ ആയിട്ട്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ ഇവർ കേസെടുത്തു. എന്നിട്ട് ഈ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു. വളരെ അൺഫെയർ ആയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണമായിട്ട് ഇവർ പറഞ്ഞത്, ബംഗ്ലാദേശിന്റെ ഫ്ലാഗ് ഉണ്ടല്ലോ, നാഷണൽ ഫ്ലാഗിന്റെ മുകളിലായിട്ട് ഈ ഇസ്കോണിന്റെ പതാക ഇവർ ഉയർത്തി എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇന്ത്യയൊക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം സംഘടനയിൽപ്പെട്ടിട്ടുള്ള ചില മുസ്ലിം സംഘടനകളുണ്ടല്ലോ, അവർ പ്രൊട്ടസ്റ്റ് ചെയ്താലോ അവർ വയലൻസ് നടത്തി കഴിഞ്ഞാലോ പോലീസുകാർ ഇടപെടത്തില്ല, പോലീസുകാർ അവരെ ഉപദ്രവിക്കത്തില്ല, അവരെ ആക്രമിക്കത്തില്ല. പക്ഷേ റിലീജിയസ് മൈനോറിറ്റീസിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ റൈറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ നേരെ അവരെ ചെന്ന് ഉപദ്രവിക്കും. പോലീസുകാർ മാത്രമല്ല, ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മതഭ്രാന്തന്മാരും ഇവരെ ചെന്ന് ഉപദ്രവിക്കും. അതായത് മതഭ്രാന്ത് പിടിച്ച് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അപ്പം ഇന്ത്യ അതിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഇൻജസ്റ്റിസ് ഒഴിവാക്കണം, എല്ലാ ആൾക്കാരെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശ് ഇപ്പൊ ഇന്ത്യയെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പ്രശ്നവും നടക്കുന്നില്ല, അവിടെ എല്ലാ റിലീജിയസ് മൈനോറിറ്റീസിനെയും ഒരേപോലെയാണ് കാണുന്നത്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ്, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, അവിടെ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള വയലൻസ് അല്ല നടക്കുന്നത്. അയാൾ ന്യായീകരിക്കുവാണ്. അയാൾ പറയുന്നത് ഒരുപാട് ഹിന്ദുസ് ഷെയ്ഖ് ഹസീനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്തതിനെതിരെയാണ് ഈ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, വയലൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു വയലൻസ് ആണ്, അല്ലാതെ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള വയലൻസ് അല്ല അത്രേ.
അതുകൂടാതെ തന്നെ ഇന്ത്യയാണ് ഈ മിസ്ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. ഇന്ത്യ ഒരു മിസ്ഇൻഫോർമേഷന്റെ ഹബ്ബാണ് എന്ന് ഇന്ത്യയെ അക്യൂസ് ചെയ്തേക്കാണ് അവിടുത്തെ ഗവൺമെന്റ്. ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന് അവരുടെ രാജ്യത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല അവരുടെ ഗവൺമെന്റുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇപ്പം നല്ല ടൈപ്പിലല്ല. നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റുമായിട്ട് ഇന്ത്യ അത്യാവശ്യം ഒരു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു സ്ട്രെസ്സാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വലിയ രീതിയിലുള്ള പരിതാപകരമായ അവസ്ഥയിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലുതായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പം ഹിന്ദുസിനും അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസിലും റൈറ്റ് ഉറപ്പാക്കണമെന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. മാത്രമല്ല ഗ്ലോബലി ഉള്ള ഒരു ശ്രദ്ധ നമുക്ക് വേണമെങ്കിൽ ആ കാര്യത്തിലേക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അതുകൂടാതെ തന്നെ UK, ഇവരൊക്കെ തന്നെ എന്താണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ ഹിന്ദുസിനും അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസിനും റൈറ്റ് ഉറപ്പാക്കണമെന്ന് മുഹമ്മദ് യൂനൂസിനോടും അവിടുത്തെ ഗവൺമെന്റിനോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാനേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ അവസ്ഥ നോക്കിക്കോ. അതായത് മതഭ്രാന്തന്മാരാണ്. മതം തലയ്ക്ക് പിടിച്ച് മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹിന്ദുക്കൾ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വിശ്വാസത്തിൽ ജനിച്ചു, ആ വിശ്വാസം ഫോളോ ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യണം, അവർ മതം മാറണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളൊരു ഉദാഹരണമാണ്. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിൽ തല ഉയർത്തുന്നുണ്ട്. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ചില ഹിന്ദു സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും മുസ്ലിം സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങിയേക്കാണ്. വാക്കുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയതെങ്കിലും നാളെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള ഇൻജസ്റ്റിസ് ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഡെമോക്രസി നല്ല സ്ട്രോങ് ആയതുകൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷനും നിയമങ്ങളും അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ ഇത് കണ്ടു പഠിക്കണം. ഇവിടെയുള്ള മതഭ്രാന്തന്മാര് ഇത് കണ്ടു പഠിക്കണം. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വയലൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ സമാധാനം തന്നെ ഇല്ലാതെ ആകും. ഇപ്പൊ ബംഗ്ലാദേശിൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവർക്കും ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഹിന്ദുക്കൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല. അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിയില്ല, ഒരു രീതിയിലുള്ള റൈറ്റും ഇല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ടില്ല, പോലീസുകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെ ആര് സപ്പോർട്ട് ചെയ്യും? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്, കഷ്ടമാണ്. നമ്മളൊക്കെ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്ഇൻഫർമേഷൻ പരത്തുന്നു എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടത് ഇന്ത്യയാണ്. അവിടെ ഹിന്ദുക്കൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ഉപദ്രവം നേരിടുന്നുണ്ട് എന്നുള്ള വാർത്തകളും വീഡിയോ ക്ലിപ്സും ഫോട്ടോസും ഒക്കെ തന്നെ പുറത്തുവിടുന്നത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ. ബംഗ്ലാദേശി മാധ്യമങ്ങളൊന്നും തന്നെ ഇത് പുറത്തുവിടുന്നില്ല. അവിടെയുള്ള ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഇൻഫർമേഷൻ നമ്മളുടെ മാധ്യമങ്ങൾക്കും നമ്മുടെ ഗവൺമെന്റിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇതുപോലെ ഇൻഫർമേഷൻ ഇന്ത്യക്ക് കൊടുക്കുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അവരെ ജയിലിൽ പിടിച്ചിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പൊ ഹിഡൻ ആയിട്ടാണ് അങ്ങനത്തെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇനി പിടിച്ച് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ ഗവൺമെന്റ് പോലും രാജ്യത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങിച്ച വ്യക്തിയാണ് ഈ സമാധാനപരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും നടക്കുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ന്യായീകരിക്കുവാണ്. ഇങ്ങനെ വയലൻസ് ചെയ്യുന്നവരെ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തെറ്റേ അല്ല. അവർ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള വ്യൂ പോയിന്റിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു നോക്കുന്നുണ്ട്, ഇത് ഇന്റേണൽ മാറ്റർ ആണ്, ഇതിനകത്ത് ഇന്ത്യ ഇടപെടണ്ട എന്ന് പറഞ്ഞേക്കാണ്. ഇന്ത്യ ഇതിനകത്ത് ഇടപെടുകയേ ചെയ്യണ്ട. ഇന്ത്യ മിസ്ഇൻഫർമേഷൻ പരത്തുകയാണ്, ഞങ്ങൾക്കെതിരെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ രാജ്യത്തിന് കൊടുക്കുവാണ് എന്നുള്ള രീതിയിൽ നമ്മളെ അക്യൂസ് ചെയ്യുവാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം. നാളെ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പം മതഭ്രാന്തന്മാരൊക്കെ കണ്ണു തുറന്നു നോക്ക്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഇത്തരത്തിലുള്ള ദ്രോഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൽ കയറിയിരുന്ന് അവിടുന്ന് ഇവിടുന്നുമായിട്ടൊക്കെ ഓരോരോ തോന്നിവാസം വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് മതത്തിന്റെ പേരിൽ. നാളെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതെയാകും. ആ രാജ്യത്തിന്റെ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ആൾക്കാരെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് അവരെ എഗിനസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം.
അവരുടെ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിർത്തിക്കോളും. അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണമാണ്. അവിടെ ഇപ്പം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ. എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് നിന്ന് അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. കാരണം അവിടുത്തെ ഗവൺമെൻറ്റിന് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വയലൻസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം ഇന്ത്യ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടുത്തെ അവസ്ഥ മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ.